പറഞ്ഞത്? അവൾ വിളിക്കുന്നിടത്തേക്ക് ഞാൻ ചെല്ലണമെന്നോ? അത് വേണോ? അല്ലാതെ രക്ഷയില്ല. അങ്കിളെ, ഒറ്റയ്ക്ക് പോകരുത്. അവൾ എന്തെങ്കിലും ചതി ചെയ്യും. ഞങ്ങളും കൂടെ വരാം. നിനക്കെന്തറിയാമടാ അധോലോകത്തിന്റെ കളികളെ കുറിച്ച്? ഇത് നല്ല ഒന്നാം തരം അവസരമാണ്. സുവർണാവസരം എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. അത് റിസ്ക് കൂടുതലുണ്ട്. എന്ത് റിസ്ക്? ഹരീഷ് ഒന്ന് ആലോചിച്ച് നോക്ക്. കൽപ്പന എന്തായാലും തമ്പി അങ്കിളിനെ വിളിച്ചൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അത് എപ്പോഴാണ്, എവിടെ വെച്ചാണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതിന്റെ വിവരം ഞങ്ങൾ കൃത്യമായിട്ട് തന്നിരിക്കും. നിങ്ങൾ എങ്ങനെ അറിയും? നിങ്ങളോട് പറയോ തമ്പി അങ്ങ്? അയാൾ തോന്നുമ്പോ പോകും, തോന്നുമ്പോ വരും. അങ്കിള് ദൂരെ യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളോട് പറയാതെ പോകാൻ പറ്റില്ല. കാരണം അമ്മൂനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? കാലൊടിഞ്ഞ് കിടക്കൂല്ലേ? അങ്കിള് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളല്ലേ ഉള്ളൂ അവക്കൊരു സഹായത്തിന്. അപ്പൊ തീർച്ചയായിട്ടും അങ്കിള് പുറപ്പെടുന്ന എപ്പോഴാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കും. മാത്രമല്ല, അമ്മുവിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ അമ്മയെ ഏൽപ്പിക്കാനാണ് സാധ്യത. നീ എങ്ങോട്ടാണ് നരേന്ദ്ര പോകുന്നത് എന്ന് ഞങ്ങൾ അമ്മയെ കൊണ്ട് ചോദിപ്പിച്ചോളാം. കൃത്യമായ സ്ഥലം പറഞ്ഞില്ലെങ്കിലും ഒരു ഏകദേശ ലക്ഷ്യം പറയാതിരിക്കില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കും, കൽപ്പനയുടെ അടുത്ത് പോവുകയാണല്ലേ എന്ന്. ഞങ്ങളോട് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. കൽപ്പന വിളിച്ച വിവരം എനിക്കറിയാമെന്ന് അങ്കിളിനും അറിയാം. മാത്രമല്ല, സഹായത്തിന് കൂടെ വരണമെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്യും. ശരി, അത്രയും കാര്യങ്ങൾ നടന്നു തന്നെ ഇരിക്കട്ടെ. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ടീം ഏത് നിമിഷവും പുറപ്പെടാൻ തക്കവണ്ണം റെഡി ആയിരിക്കണം. അങ്കിൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഉടൻ ഞങ്ങൾ നിങ്ങളെ വിവരം അറിയിക്കും. കുറേ ദൂരം ഞങ്ങളുടെ ഒരാൾ അങ്കിളിനെ ബൈക്കിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള വിവരം കൃത്യമായി നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ടീം ഉടൻ തന്നെ പുറപ്പെട്ട് ഞങ്ങളുടെ പിന്നാലെ വരിക. ഓക്കെ. എന്നിട്ട് കൽപ്പനയെ കാണാനാണല്ലോ തമ്പി അദ്ദേഹം പോകുന്നത്. അവൾ എന്തായാലും കേരളത്തിലുണ്ടാവില്ല. വല്ല തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ആയിരിക്കും താവളം. അങ്കിൾ അങ്ങോട്ട് ചെന്നാ ഉടനെ അവൾ കാണാൻ സമ്മതിച്ചു എന്നൊന്നും വരില്ല. അങ്കിളുടെ കൂടെ ആരൊക്കെയുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് അവൾ കാണാൻ സമ്മതിക്കും. അവളുടെ താവളത്തിലേക്കുള്ള യാത്രാമധ്യേ നിങ്ങളുടെ ടീം കുറുകെ വന്ന് അയാളുടെ കണക്കങ്ങ് തീർക്കണം. കൊള്ളാം. പ്ലാനിങ് തരക്കേടില്ല. എന്നിട്ട് നിങ്ങളുടെ മർഡർ സ്ക്വാഡ് മറ്റൊരു വഴിക്ക് തിരിച്ചു പോകുന്നു. കൽപ്പന തമ്പി അങ്കിളിനെ കാത്ത് കണ്ണു മിഴിച്ചിരിക്കുമ്പോൾ ഒരു കിടിലൻ വാർത്ത അവരെ ഞെട്ടിക്കുന്നു. നരേന്ദ്രൻ തമ്പി കൊല്ലപ്പെട്ടു. ചത്തത് കീചകനാണെങ്കിൽ കൊന്നതാരാ? കൽപ്പന തിവാരി. അവള് തീവാരിയതാണെന്ന് അപ്പോഴേ അവൾക്ക് തിരിച്ചറിയാൻ കഴിയൂ. പിന്നല്ലാതെ. ഞാനും ജയേട്ടനും അമ്മയും എന്തിന് അയാളുടെ പ്രിയ പത്നി അമ്മു പോലും പോലീസിന് കൊടുക്കുന്ന മൊഴി എന്തായിരിക്കും? തമ്പിയേമാൻ കൽപ്പനയെ കാണാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്ന് പോയതെന്ന്. കൽപ്പന അദ്ദേഹത്തിന്റെ മകളെ കിഡ്നാപ്പ് ചെയ്തിട്ട് റാൻസം മണി ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊടുത്തില്ലെങ്കിൽ ശീതളിനെ കൊന്നുകളയും എന്നായിരുന്നു ഭീഷണി. ഞങ്ങൾ തത്ത പറയുന്ന പോലെ ഇതെല്ലാം പോലീസിനോട് പറയും. പോലീസിന് മുന്നിൽ പിന്നെ ആകെ ഒരു പ്രതിയേ ഉള്ളൂ, കൽപ്പന തിവാരി. എല്ലാ തെളിവുകളും അവക്കെതിരായിരിക്കും. അത് കറക്റ്റ്. തമ്പി ഏമാന്റെ മകളെ തട്ടിക്കൊണ്ടുപോയത് കൽപ്പന. റാൻസം മണി ചോദിച്ചത് കൽപ്പന. തമ്പിയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തിയത് കൽപ്പന. അപ്പൊ പിന്നെ കൊന്നതും കൽപ്പന തന്നെ. എങ്ങനെയുണ്ട് ഐഡിയ? ഫാന്റാസ്റ്റിക്. കൈകൊടു. എല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് അറിയിച്ചിരിക്കും. നിങ്ങളുടെ ടീം റെഡി ആയിരിക്കണം. ഓക്കെ? ഡൺ. ഈ ശിവജി എവിടെ പോയി കിടക്കുന്നു? എപ്പോ വിളിച്ചാലും ഔട്ട് ഓഫ് കവറേജ് ഏരിയ. അന്യനാട്ടിലെ ഏതെങ്കിലും ഉൾഗ്രാമത്തിലായിരിക്കും.
കേരളത്തിലെ പോലെ എല്ലാ സ്റ്റേറ്റിലും ഇവിടുത്തെ പോലെ റേഞ്ച് ഉണ്ടാവോ? റേഞ്ചിൽ വരുമ്പോ അവനൊന്ന് വിളിച്ചൂടെ? അല്ലെങ്കിൽ ഒരു മെസ്സേജ്. ഹലോ, ഞാനാ കൽപ്പന. കൽപ്പനയാ? പറഞ്ഞോ. നരേന്ദ്ര, നാളെ രാവിലെ നീ അവിടുന്ന് പുറപ്പെടണം. എങ്ങോട്ട് പുറപ്പെടണം? കോഴിക്കോട് വയനാട് സുൽത്താൻ ബത്തേരി വഴി ബന്ദിപ്പൂർ. ശരി, അവിടെ വന്നിട്ട്? അവിടെ വന്ന ശേഷം ബാക്കി വിവരങ്ങൾ അറിയിക്കും. അവിടുന്ന് എങ്ങോട്ട് പോകണം, എത്ര ദൂരം യാത്ര ചെയ്യണമെന്നൊക്കെ. ഓക്കെ, ഞാൻ എത്തിക്കോളാം. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? 1, പോലീസിൽ അറിയിക്കരുത്. 2, ബോഡി ഗാർഡുകൾ ആരും കൂടെ ഉണ്ടാവാൻ പാടില്ല, ഒറ്റയ്ക്കേ വരാവൂ. 3, നരേന്ദ്രന്റെയും ശീതളിന്റെയും പേരിലുള്ള സകല ഡോക്യുമെന്റ്സും കൊണ്ടുവന്നിരിക്കണം. ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ട്. ശരി, എനിക്ക് മോളെ ഒന്ന് ലൈനിൽ കിട്ടോ? സാധ്യമല്ല. അവളും നിന്റെ അടുത്തുണ്ടെങ്കിലും ഒന്ന് കൊടുക്ക്. എനിക്ക് അവളുടെ ശബ്ദം ഒന്ന് കേട്ടാ മതി. നീ എന്താ നരേന്ദ്ര കരുതിയത്? അവളെന്താ കൈക്കുഞ്ഞാണോ ഞാൻ എപ്പോഴും ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കാൻ? ശബ്ദമൊക്കെ ഞാൻ പിന്നീട് കേൾപ്പിച്ചു തരാം. നീ ഇങ്ങ് വന്ന മാത്രം മതി. ശരി, വയ്ക്കട്ടെ. പറഞ്ഞതൊന്നും മറക്കണ്ട. നീ അവിടെ ചെയ്യുന്നതിനേക്കാൾ ഹോംവർക്ക് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് ഓർത്തോണം. ഗുഡ് നൈറ്റ്. എന്താ അവള് പറയുന്നേ? നാളെ പുറപ്പെടണം. ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുൻപ് പോലീസിൽ അറിയിച്ചാലോ? അതല്ലേ കുറച്ചും കൂടെ സേഫ്. നമ്മുടെ കൂടെ പോലീസ് വന്നാലല്ലേ കൽപ്പന സംശയിക്കൂ. പോലീസിന്റെ ഇടപെടൽ വേണ്ട, നിഴല് പോലെ നിന്നാ മതി. അത് ശരിയാവില്ലമ്മോ. പോലീസിന്റെ സാന്നിധ്യമൊക്കെ കൽപ്പന തിരിച്ചറിയും. ഞാൻ മുംബൈയിലായിരുന്ന കാലത്ത് കിലോമീറ്ററുകൾക്കകലെ പോലീസ് ഉണ്ടെങ്കിലും തിരിച്ചറിയായിരുന്നു. നായ അത് സഞ്ചരിക്കുന്ന വഴി മണത്തറിയുന്ന പോലെ. അറിഞ്ഞാലെന്താ? അവൾ പ്രതികാരം ചെയ്യും. ഞാൻ പറഞ്ഞിരുന്നല്ലോ നിന്നോട്, അവളുടെ കയ്യിൽ എനിക്കെതിരെ ഒരു ആയുധമുണ്ടെന്ന്. ആയുധം? എന്തായുധം? ടൈം ബോംബെന്ന് കേട്ടിട്ടില്ലേ? അതുപോലൊരെണ്ണം. ചാർജ് ചെയ്താൽ മതി, ഏത് സമയത്തും പൊട്ടിക്കാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പണ്ടും മുംബൈയിൽ ഞാനും വിജയും അനുജൻ സഞ്ജയും കൽപ്പനയുമെല്ലാം ഒരൊറ്റ ഗ്രൂപ്പായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അക്കാലത്ത് പുതിയൊരു പോലീസ് കമ്മീഷണർ വന്നു. അയാള് വിജയുടെ അച്ഛനെ, അതായത് ശീതളിന്റെ മുത്തച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതെന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് ഞാനും വിജയും കൂടി ഒരു കടുങ്കൈ ചെയ്തു. കമ്മീഷണറുടെ സഹോദരിയുടെ ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു. പന്ത്രണ്ടോ 14 വയസ്സ് പ്രായം വരും. അന്ന് താനയിൽ ദുർഗാവാടിക്കടുത്ത് എനിക്കൊരു പഴയ വീടുണ്ടായിരുന്നു. പോലീസിനെ ഭയന്ന് പലപ്പോഴും ഒളിവിൽ കഴിയാറുള്ള സ്ഥലം. അവിടെയാ ആ കുട്ടിയെ ബന്ദിയാക്കി വെച്ചത്. പെൺകുട്ടിയായിരുന്നു? അതെ. അവളെ വെച്ച് കമ്മീഷണറോട് വിലപേശി വിജയുടെ അച്ഛനെ മോചിപ്പിക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ അന്ന് രാത്രി തന്നെ കമ്മീഷണർ ഒരു വ്യാജ ഏറ്റുമുട്ടൽ കെട്ടിച്ചമച്ച്
വിജയുടെ അച്ഛനെ വെടിവെച്ചു കൊന്നു. തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോ അയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും അപ്പോൾ പോലീസ് വെടിവെച്ചു എന്നുമായിരുന്നു പോലീസ് ഭാഷ്യം. എന്നിട്ട് ആ പെൺകുട്ടി അച്ഛൻ കൊല്ലപ്പെട്ടതറിഞ്ഞ കോപവും സങ്കടവും കൊണ്ട് വെറിപിടിച്ച സഞ്ജയെ അവളോടാണ് പക തീർത്തത്. വിജയുടെ അച്ഛൻ മരിച്ച വാർത്ത സത്യമാണെന്നറിയാനും ശവം തിരിച്ചറിയാനും പോയ ഞാൻ തിരിച്ചു വന്നപ്പോ ആ പെൺകുട്ടിയില്ല. ചേട്ടനും അനുജനും കൂടി കെട്ടിടത്തിന്റെ തറമാന്തി ശവം മറവ് ചെയ്ത് മുകളിൽ കോൺക്രീറ്റ് ഇട്ട് സിമന്റ് പൂശി. പിന്നീട് ഞാൻ ആ കെട്ടിടം വിറ്റുകളഞ്ഞു. ആ ക്രൂരകൃത്യത്തിൽ എൻ്റെ പങ്ക് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുവരാൻ എൻ്റെ ഒമിനി വാൻ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രം. പോലീസിന് ഇന്നും അറിയില്ല ആ കുട്ടി ആരാണ് കിഡ്നാപ്പ് ചെയ്തതെന്നും അവൾക്ക് എന്ത് സംഭവിച്ചുവെന്നും. ആ കെട്ടിടം അവിടെ ഇപ്പോഴും ഉണ്ട്. അവിടെ 2 കുടുംബങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി താമസിക്കുന്നുണ്ട്. എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടല്ലേ? എനിക്ക് പേടി തോന്നുന്നു. മുംബൈയിൽ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ജീവിതം. കൽപ്പനയുടെ ഭർത്താവല്ലേ ആ കൊടും ക്രൂരത ചെയ്തത്? പിന്നെന്തിനാ കൽപ്പന നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്? ആ സംഭവം പൊക്കിക്കൊണ്ടുവരുമെന്ന് അവളുടെ ഭീഷണി. എന്റെ വാഹനത്തിലാണ് ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അന്ന് എന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് അവളെ കെട്ടിയിട്ടത്. ആ തറക്കടിയിലാണ് ആരും അറിയാതെ അവളുടെ അസ്ഥികൾ കിടക്കുന്നത്. സഞ്ജയനും കൽപ്പനയ്ക്കും എന്നെ ഒറ്റിക്കൊടുത്തിട്ട് രക്ഷപ്പെടാൻ പഴുതുകളുണ്ട്. സത്യം എന്താണെന്നറിയാവുന്ന വിജയാണെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ആ പെൺകുട്ടിയുടെ ഓർമ്മയാണ് ശീതളിനെ ഏറ്റെടുത്ത് വളർത്താൻ എന്നെ പ്രേരിപ്പിച്ചത്. എനിക്കെന്തെങ്കിലും കടമയുണ്ടായിട്ടല്ല. ശീതളിനെ കാണുമ്പോൾ ഞാൻ ആ കുട്ടിയെ ഓർക്കും. ശീതളിനെ അല്ല, ആ പെൺകുട്ടിയാണ് ഞാൻ എൻ്റെ മകളെ പോലെ ലാളിച്ചു വളർത്തിയത്. അവളെ ഒന്ന് തലോടുമ്പോൾ, ചേർത്ത് പിടിക്കുമ്പോൾ, മോളെ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഉള്ളിലിരുന്നൊരച്ഛൻ വിതുമ്പിക്കരയും.
அழகான முகம், அருமையான பொண்ணு. அடடடடா, புலிக்குட்டி தானே? நான் சாப்பிடு புடி. ജേട്ടാ ഒന്ന് എണീറ്റേ. ജേട്ടാ ചായ എവിടെ വെച്ചേക്ക്? അയ്യോ അതല്ലെന്ന്, വേറൊരു കാര്യമുണ്ട്. ഓ ജേട്ടാ ഒന്ന് എണീക്കാൻ. ഇവിടെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോ ഇങ്ങനെ പോത്ത് പോലെ കിടന്ന് ഉറങ്ങിയാ മതിയോ? എന്തുവടി? അങ്കിള് രാവിലെ കൽപ്പനെ കാണാൻ പുറപ്പെടുവാന്ന്. ഞാൻ ചായം കൊണ്ട് ചെന്നപ്പോഴേ പോകാനുള്ള ഒരുക്കത്തിലാ. എന്താ ഈ ആലോചിക്കണേ? നീ വേഗം ചെന്ന് ആ ദേവനോട് ഇങ്ങോട്ട് വരാൻ പറ. മറ്റുള്ളവർ ഓരോ കാര്യങ്ങൾ നടത്തുമ്പോഴേ ഇവിടെ ചേട്ടനും അനിയനും തമ്മിൽ ആലോചന മാത്രം. എന്തേലും പ്രയോജനമുണ്ടോ? അതുമില്ല. നേരം വെളുക്കുന്നതിന് കൊടുക്കത്ത ബിസി. എന്തേട്ടാ സംഗതി? എടാ അങ്കിള് കൽപ്പനയെ കാണാൻ പോവാ. യാത്രയ്ക്ക് റെഡിയായി കഴിഞ്ഞു. പറ്റിയ അവസരമായത്. ഇത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. മറ്റോമാരെ വിവരം അറിയിച്ചോ? ആ ഹരീഷിനെ വിളിക്കാൻ നോക്കിയിട്ട് മുടിഞ്ഞ ബിസി. അത് സാരമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും വിവരം അറിയിക്കാം. നീ ഉടനെ പോവാൻ റെഡിയായിക്കോ. ബൈക്ക് കൊടുത്തോണ്ട് പോയി ടൗണിൽ എവിടെയെങ്കിലും കാത്തു കിടന്നാൽ മതി. അങ്ങളുടെ കാറ് കണ്ടാൽ ഉടനെ പുറകെ വെച്ച് പിടിക്കണം. നിന്റെ കൺവെട്ടത്തൊന്നും മറയരുത്. അതേസമയം അങ്കിള് നിന്നെ തിരിച്ചറിയുകയും ചെയ്യരുത്. ഞാൻ ആ ഹരീഷിനെയും ചന്ദ്രമോഹനെയും വിളിച്ച് വിവരം പറയാം. ബാക്കി കാര്യം അവരല്ലേ ചെയ്യേണ്ടത്. കൽപ്പനയെ കാണാൻ തന്നെയാണോ അങ്കിള് പോകുന്നത്? അതേന്ന് പോവാൻ റെഡിയായിക്കൊണ്ടിരിക്കുക. നീ സമയം കളാതെ ചെല്ല്. ഞാൻ ഹരീഷിനെ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. ദേവ, പറഞ്ഞതൊക്കെ ഓർമ്മ വേണം. അങ്കിളിന് ഒരു സംശയവും തോന്നരുത്. മോദി ജോഡി മതിയാവും അല്ലേ? എന്തിനാ അത്രയും? നാളെ തിരിച്ചു വരില്ലേ? ഒരു മുൻകരുതലിന് ഇരിക്കട്ടെ. ചിലപ്പോ 2-3 ദിവസം തങ്ങേണ്ടി വന്നാലോ? അത്രയും വേണ്ട. അവിടെ ചെന്ന് കൽപ്പനയ്ക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ശീതളിനെയും കൊട്ടി തിരിച്ചു പോന്നാ പോരെ? അത്ര ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായി പറയുന്നേ? അവളോട് വഴക്കടിക്കാൻ പോവാണോ? അല്ലല്ലോ. നമ്മളുടെ ആഗ്രഹം കോംപ്രമൈസ് മാത്ര. പക്ഷേ അവളുടെ ആഗ്രഹം എന്താണെന്നറിയില്ലല്ലോ. എനിക്കും അതാ പേടി. അവള് എന്ത് ചതിയാ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അവൾ എന്നെ അപായപ്പെടുത്തുന്നാണോ? ഒരിക്കലുമില്ല. എന്നെ കൊന്ന അവൾക്ക് എന്റെ പേരിലുള്ള സ്വത്ത് കിട്ടോ? ചില്ലി കാശ് പോലും കിട്ടില്ലെന്ന് അവക്കറിയാം. സ്വത്ത് മുഴുവനും എന്റെ ബന്ധുക്കൾക്കേ കിട്ടൂ. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കേണ്ട ആവശ്യം എന്നേക്കാൾ അവൾക്കാ. ഇങ്ങനെ കൊല്ലുന്നതും ചാവുന്നതും ഒന്നും പറയല്ലേ. കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നല്ലേ പറഞ്ഞത്? ദാ, ഈ താക്കോലും ഈ കവറും നീ സൂക്ഷിച്ചു വെക്കണം. എന്താ ഇത്? നമ്മുടെ ബാങ്ക് ലോക്കറിന്റെ താക്കോല. ഈ കവറിനുള്ളില് ലോക്കറിന്റെ കോഡ് നമ്പർ, പാസ്ബുക്ക്, ചെക്ക് ബുക്ക്.
ഈ താക്കോലും കവറും നഷ്ടപ്പെടുത്തരുത്. എന്തിനാ അത് എന്റെ ഹാൻഡ് ബാഗിൽ വെക്കുന്നേ? ഹേയ്, ചെറിയൊരു മുൻകരുതൽ. എന്താണെന്ന് പറ. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിനക്ക് പിന്നെയും ജീവിക്കണ്ടേ അമ്മോ?